ഒരു സ്ഥലത്ത് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിനും അനുനയ ശ്രമങ്ങൾക്കുമുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത്. മറ്റൊരിടത്ത് തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകൾ. അങ്ങനെ തലസ്ഥാനം വലിയ തിരക്കിലാണ്. പ്രത്യേകിച്ചും BJPയെ സംബന്ധിച്ചിടത്തോളം തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 ഇടങ്ങളിൽ വിജയിച്ചെങ്കിലും പല സ്ഥലങ്ങളിലും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വലിയ പരാജയമുണ്ടായി എന്നാണ് കോർ കമ്മിറ്റിയിലെ വിലയിരുത്തൽ. ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും നടന്നത് തീർച്ചയായും വലിയ വിജയം തന്നെയെന്ന് BJP വിലയിരുത്തുന്നു. എന്തുകൊണ്ടെന്നാൽ സ്ഥാനാർത്ഥികൾ ആ 2 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചതിന് കിട്ടിയ ഫലം എന്നാണ് കോർ കമ്മിറ്റിയിലെ വിലയിരുത്തൽ. അതേസമയം വിജയിക്കേണ്ട ചില സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെത്തുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ വിജയത്തിലേക്കുള്ള വഴിയല്ല എന്ന ഒരു വിഭാഗം നേതാക്കൾ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു. അത് മറ്റാരെക്കുറിച്ചുമല്ല, ശോഭാ സുരേന്ദ്രനെ കുറിച്ചും മുൻ BJP അധ്യക്ഷൻ K. സുരേന്ദ്രനെ കുറിച്ചുമായിരുന്നു അത്തരത്തിലുള്ള പരാമർശങ്ങൾ. 2021 K. സുരേന്ദ്രൻ 2 ഇടങ്ങളിലാണ് മത്സരിച്ചത്, മഞ്ചേശ്വരത്തും മറ്റൊന്ന് കോന്നിയിലും. അതേസമയം ശോഭാ സുരേന്ദ്രനാകട്ടെ ഓരോ തിരഞ്ഞെടുപ്പിലും മണ്ഡലങ്ങൾ മാറി ഇങ്ങനെ മത്സരിച്ചു പോവുകയാണ്. ഒരു മണ്ഡലം മാത്രം കേന്ദ്രീകരിച്ച് മത്സരിക്കാത്തതാണ് അവരുടെ പരാജയത്തിന് പിന്നിലെ കാരണമെന്നും ചില BJP അനുകൂലമായ മണ്ഡലങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ കാരണമെന്നും BJP കോർ കമ്മിറ്റി യോഗത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി മാറി. അതിനുമപ്പുറം സംസ്ഥാന നേതൃത്വം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഗണ്യമായ രീതിയിൽ പ്രവർത്തനം നടത്തിയില്ല എന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം. 2021 11.3% BJPയുടെ വോട്ട് വിഹിതമെങ്കിൽ ഇത്തവണ 11.4%. കേവലം ചെറിയൊരു ശതമാനത്തിൻ്റെ വർധന മാത്രമാണ് വോട്ട് വിഹിതത്തിൽ ഉണ്ടായത്. അത് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചുമതല ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതുകൊണ്ടാണ് സംഭവിച്ചതെന്നാണ് കോർ കമ്മിറ്റിയിൽ മറ്റൊരു വിഭാഗം പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ തരത്തിലെ ചർച്ചയായിരുന്നു. എന്തായാലും വലിയൊരു നിർദ്ദേശം അവിടെ ഉയർന്നു വന്നു. ഇനി ഓരോ നേതാക്കന്മാരും അവരവർക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തയ്യാറാക്കണം. ആ മണ്ഡലങ്ങളിൽ കൃത്യമായി പ്രവർത്തനം നടത്താൻ അവർ തയ്യാറായിരിക്കണം. അങ്ങനെ പ്രവർത്തനം നടത്തിയാൽ തീർച്ചയായും BJPക്ക് വലിയ വിജയം കേരളത്തിൽ കൊയ്യാൻ കഴിയും എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും BJPയിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ സഭാ നേതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. V. മുരളീധരനാണ് സഭാ നേതാവ്. മറ്റു 2 പേരും കക്ഷി അംഗങ്ങളായി സഭയിൽ തന്നെ ഉണ്ടാകും. അവരുടെ ഇരിപ്പിടം പ്രതിപക്ഷ സ്ഥാനത്തായിരിക്കും. എന്തായാലും പ്രതിപക്ഷ സ്ഥാനത്തായാലും BJP അംഗസംഖ്യ 3 വർദ്ധിപ്പിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് പറയുമ്പോഴും പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നാണ് പറയുന്നത്. അത് സ്ഥാനാർത്ഥി നിർണയം മുതൽ ഒപ്പം ഘടകകക്ഷികളാക്കിയ തീരുമാനങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് പല നേതാക്കളും പറയുന്നു. രഹസ്യമായ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതാണ് പലരുടെയും പരാജയത്തിന് കാരണമായത്. പല മണ്ഡലങ്ങളിലും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെയല്ല BJP നിർത്തിയത്. കാരണം മുതിർന്ന നേതാക്കന്മാരെ ഒഴിവാക്കി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയെന്ന വലിയൊരു ആരോപണം BJPക്കകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില BJP നേതാക്കന്മാരാണ് ചുക്കാൻ പിടിച്ചതെന്നും ആരോപണമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ അത്തരത്തിൽ ഒരു ആരോപണം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും BJPയിൽ ഒരു ശുദ്ധികലശത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വരും ദിവസങ്ങളിൽ ആ നീക്കങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും. BJPക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം, അവരുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തായാലും ഇത്തവണ നിയമസഭയിലുണ്ട് എന്ന്. അതേസമയം കോർ കമ്മിറ്റിയിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കൃത്യമായ പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ്. അവിടെ വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ടടിക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും കാര്യമായ തരത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയാതെ പോയത് എന്ന ആരോപണവും ശക്തമായി ഉയർത്തി. അവിടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി എന്നായിരുന്നു ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിച്ചത്. വാദപ്രതിവാദങ്ങളും ഒപ്പം തന്നെ പരസ്പരം പഴിചാരലുമായി BJPയിലും നേതൃയോഗവും ഒപ്പം തന്നെ കോർ കമ്മിറ്റി യോഗവും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ BJPയുടെ ജില്ലാതല സമിതി യോഗങ്ങളിൽ
ഈ കോർ കമ്മിറ്റി യോഗത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിനുശേഷം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് പോകാനാണ് BJPയുടെ ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ചിലത് പഠിക്കാൻ കഴിഞ്ഞുവെന്നും ചിലരെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ചിലർ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയല്ല എന്നും കോർ കമ്മിറ്റിയിൽ വലിയ തരത്തിലുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്.